ഇതിഹാസ തുല്യമായ അന്താരാഷ്ട്ര കരിയറിലെ മൂന്നാമത്തെ ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 40-ാം വയസ്സിൽ റൊണാൾഡോ വീണ്ടും പറയുകയാണ്, പിക്ചർ അബിബി ബാക്കി ഹേ, ഒന്നും അവസാനിച്ചിട്ടില്ല, എൻ്റെ യാത്ര തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുഎഫ നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ സ്പെയിനെ 5-3 പെനൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് പോർച്ചുഗൽ ചാമ്പ്യന്മാരായിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഇത്രയും ആക്റ്റീവായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം 40-ാമത്തെ വയസ്സിൽ ഒരു ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കുന്നു, ആ ഫൈനലിൽ നിർണായക സംഭാവന നൽകുന്നു, ഗോൾ നേടുന്നു, 2-1 പിന്നിൽ നിന്ന പോർച്ചുഗലിനെ തിരികെ കൊണ്ടുവരുന്നു. അങ്ങനെ മത്സരം സ്വന്തമാക്കുന്ന രീതിയിൽ ഒരു നിർണായക സംഭാവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മാത്രം സാധ്യമാകുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ എത്ര വിമർശിച്ചാലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസം തന്നെയാണ്. അത് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരീടം നേടിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഐക്കോണിക് പോസൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും, ഏതൊരു ഫുട്ബോൾ പ്രേമികൾക്കും വല്ലാത്തൊരു ആഹ്ലാദം തോന്നും. കാരണം ഒരു മനുഷ്യന്റെ ആ ഒരു എനർജി, ആ ഒരു സ്പിരിറ്റ്, റീബൗണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതൊക്കെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഇതിഹാസത്തെ മാറ്റി നിർത്തുന്നത്. ഗംഭീര മത്സരം തന്നെയായിരുന്നു. സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള ഫൈനൽ പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഐബീരിയൻ ഡെർബി ഗംഭീരമായിരിക്കും എന്നുള്ളത്. തുടക്കത്തിൽ സ്പെയിനൊരു ഡൊമിനേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് ഗംഭീരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാൻ പോർച്ചുഗലിന് സാധിച്ചു. 2 തവണ പിന്നിൽ നിന്ന ശേഷമാണ് പോർച്ചുഗൽ തിരിച്ചു വന്നത്. 21-ാം മിനിറ്റിൽ ആദ്യത്തെ ഗോൾ സുബിമെൻഡി സ്പെയിനു വേണ്ടി നേടുന്നു. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ അത് തിരിച്ചടിക്കാൻ, അതായത് ഗോൾ മടക്കാൻ പോർച്ചുഗലിന് സാധിച്ചു. ന്യൂനോ മെൻഡസിന്റെ ഒരു പെർഫോമൻസ്, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, വാട്ട് എ പ്ലെയർ. ചാമ്പ്യൻസ് ലീഗ് നേടി ദിവസങ്ങൾക്കകം മറ്റൊരു കിരീടവും പോർച്ചുഗലിന് അദ്ദേഹം സമ്മാനിച്ചിരിക്കുകയാണ്. PSG-ക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ്, ഇപ്പം പോർച്ചുഗലിനൊപ്പം നേഷൻസ് ലീഗ്. എന്തൊരു എനർജിയാണ് ന്യൂനോ മെൻഡസിന്. ആദ്യത്തെ ഗോൾ നേടി, അത് കഴിഞ്ഞ് അദ്ദേഹം 2ാമത്തെ ഗോൾ, അതായത് റൊണാൾഡോ നേടിയ ആ ഒരു ഗോളിന് വഴിയൊരുക്കിയത് ന്യൂനോ മെൻഡസ് ആയിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവന എന്ന് പറഞ്ഞാൽ ലെമീൻ യമാൽ എന്ന് പറയുന്ന താരത്തെ, 17-കാരനായ അത്ഭുത ബാലനെ ഒന്നുമല്ലാതാക്കി പോക്കറ്റിലിട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ശരിക്കും യമാലിനെ പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. മെൻഡസിന്റെ ഒരു പെർഫോമൻസ്, സലയെ പൂട്ടിയത് നമ്മൾ കണ്ടിരുന്നു, പിന്നെ സാക്കയെ പൂട്ടിയത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇതാ യമാലിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര തവണയാണ് പന്ത് നഷ്ടമായതെന്ന് നമ്മൾ നോക്കണം. അപ്പം ന്യൂനോ മെൻഡസിൻ്റെ ഒരു പെർഫോമൻസ്, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പം എന്തായാലും അദ്ദേഹം ആ ഒരു കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ച് പോർച്ചുഗലിന് ഇതൊരു വലിയ കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. റോബർട്ടോ മാർട്ടീനസിന് കീഴിൽ ഇനിയിപ്പോൾ 1 വർഷം മാത്രമേ ലോകകപ്പിനുള്ളൂ. അപ്പോൾ ലോകകപ്പിന് മുമ്പ് ഒരു നിർണായക വിജയം നേടാൻ സാധിച്ചു, ഒരു കിരീടം നേടാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവായുള്ള ഒരു ഇൻടേക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കരിയറിൽ ഇനി അവശേഷിക്കുന്നത് ലോകകപ്പ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം മാത്രമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് നടന്ന് നീങ്ങണമെങ്കിൽ എല്ലാ താരങ്ങൾക്കും അതൊരു ഊർജം പകരുന്ന ഒരു ഘടകമായി മാറി ഈ യുഎഫ നേഷൻസ് ലീഗ് കിരീടം. കാരണം റൊണാൾഡോയ്ക്ക് വേണ്ടി ഒരു കിരീടം, ഒരു ലോകകപ്പ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ, ആ ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന വലിയൊരു ബൂസ്റ്റർ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയായി മാറിയിരിക്കുകയാണ് ഈ ഒരു കിരീടം. പിന്നെ സ്പെയിനിന് എനിക്ക് തോന്നുന്നു സ്പെയിൻ കുറച്ചൊന്ന് ഓവർ കോൺഫിഡൻ്റ് ആയെന്ന് തോന്നുന്നു, ചില താരങ്ങളൊക്കെ, ലെമിൻ യമാലൊക്കെ ഉൾപ്പെടെ. പക്ഷേ പോർച്ചുഗൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു. അവരുടെ ഒരു ഏകോപനം, അവരുടെ മിഡിൽ ആ ഒരു വേഴ്സറ്റാലിറ്റി, പിന്നെ അതുകൂടാതെ അറ്റാക്കിംഗ് ഒരു പ്രൊവസ്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ടീമായിട്ട് ഒരു ഏകോപനത്തോടെ കളിക്കുന്ന ഒരു പോർച്ചുഗലിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും റോബർട്ടോ മാർട്ടീനസ് നല്ല രീതിയിൽ തന്നെ ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയ്ക്കും പ്രതിഭകളുള്ള, സ്പെയിനെ പോലെ തന്നെ അത്രയ്ക്കും പ്രതിഭകളുള്ള ഒരു ടീം തന്നെയാണ് പോർച്ചുഗൽ. അപ്പം കൂടുതൽ കളിയെക്കുറിച്ചൊന്നും പറയാനില്ല. എന്തായാലും പോർച്ചുഗൽ വിജയിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ച് അദ്ദേഹം അവസാനിച്ചിട്ടില്ല, ഞാൻ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും, ഇനിയും കളിച്ചുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം വീണ്ടും ലോകത്തിന് മുമ്പിൽ ഉറക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലെ ഒരു സ്ട്രൈക്കിംഗ് മൊമെന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച കാര്യം തന്നെയായിരിക്കും. അതായത് 40-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ വെറും 17 വയസ്സുള്ള ലെമീൻ യമാലിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് മുന്നേറി പാസ് ചെയ്തൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല. റൊണാൾഡോ എന്താണെന്ന് ശരിക്കും അദ്ദേഹം വരച്ച് കാട്ടുകയായിരുന്നു മൈതാനത്ത്.